Hello, welcome back to Learn and Grow. Okay, students, today we are going to continue our class 7 science subject chapter 1 towards a 100-fold yield. അല്ലേ നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിമൈനിങ് പോർഷൻസ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് എ ന്യൂ സാപ്ലിങ്സ് അല്ലേ, വിവിധ ഇനം മെത്തേഡ്സ് പഠിച്ചു. ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ഇസ് ഇറ്റ് ദെൻ പോളിനേഷൻ ഓൾസോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. Okay, let's start. Artificial pollination. Examine the stages of artificial pollination shown below. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ. ഓക്കെ, എന്താണെന്ന് നോക്കാം. To prevent self-pollination, remove the stamen from the flower in which artificial pollination is to be done. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഫ്ലവർ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റേമൻ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫ്ലവർ ഈസ് റാപ്ഡ് വെൽ ടു പ്രിവെൻറ്റ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവറിങ് ഫാൾസ് ഓൺ ഇറ്റ്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ഒരു പോളിത്തീൻ ബാഗിലോ അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യണം. ഓക്കെ, പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആർട്ടിഫിഷ്യലായി നാച്ചുറലായിട്ടുള്ള പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, പോളൻ ഗ്രെയിൻസ് ഫ്രം flowers of a plant belonging to the same species but having different qualities are collected using brush. അപ്പോൾ ഇതേ സെയിം സ്പീഷീസിലുള്ള വേറൊരു ഫ്ലവറിൽ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻസ് ഒരു ബ്രഷിൽ കളക്ട് ചെയ്യാം. ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, സെയിം സ്പീഷീസ് ആയിരിക്കണം, പക്ഷേ ബെറ്റർ ക്വാളിറ്റി ആയിരിക്കണം അല്ലേ. നേരത്തെയുള്ള അതേ ഫ്ലവറിൻ്റെ അല്ല, വേറൊരു ക്വാളിറ്റിയുള്ള ഫ്ലവറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ബ്രഷിൽ കളക്ട് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുക? പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. എന്നിട്ട് നമ്മൾ ആ പോളിനേഷൻ ചെയ്യാൻ വെച്ച ഫ്ലവറില്ലേ, അതിലെ സ്റ്റിഗ്മയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇതിനെ ഈ ബ്രഷ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഓൾറെഡി എടുത്ത പോളൻ ഗ്രെയിൻസിന്. ഓക്കെ, ദെൻ എഗെയിൻ അതിനെ വീണ്ടും എന്ത് ചെയ്യണം? ദ ഫ്ലവർ ഈസ് റാപ്ഡ് എഗെയിൻ ഇൻ ടു ദ പ്രിവെൻറ്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. അപ്പോൾ മറ്റുള്ള ഫ്ലവേഴ്സിൻ്റെ പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ കവർ ചെയ്യുക വെച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള നാച്ചുറലായിട്ടുള്ള പോളിനേഷൻ നടക്കും അല്ലേ, ഹണി ബീസും ബട്ടർഫ്ലൈസും ഒക്കെ വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റി ബി പെർഫോംഡ്? Put tick mark, discuss the reason. Okay, immediately after blooming, after flower has fully bloomed, when the flower begins to wither. അപ്പോൾ when it is to be done? അങ്ങനെയാണ്, ആഫ്റ്റർ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ് അല്ലേ, നന്നായിട്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷന് എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് and belonging to same species from seed thus produced. Those with a superior quality are collected. These are hybrid seeds. Okay, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സീഡ് ആർട്ടിഫിഷ്യലി ബൈ പോളിനേറ്റിംഗ് ടു പ്ലാന്റ്. പോളിനേഷനിലൂടെ രണ്ട് പ്ലാന്റ്സിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ രണ്ട് പ്ലാന്റ്സിനെ നമ്മൾ ഒന്നിപ്പിക്കുന്നു. ഒന്ന് വിത്ത് വൺ വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി, അതർ വിത്ത് then thus the seeds are produced. The superior quality seed will be collected. These are called. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഉണ്ടാക്കുന്ന വെറൈറ്റീസ് ഓഫ് ഹൈബ്രിഡ് സീഡ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സെർട്ടൈൻ ഹൈബ്രിഡ് സീഡ്. ചില്ലി, ഓക്കെ, പ്ലാന്റ് ചില്ലി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ ഉജ്ജ്വല, ജ്വാലാമുഖി. ഓക്കെ, ചില്ലീൻ്റെ രണ്ട് വെറൈറ്റീസാണ്, നല്ല ഇനം സങ്കര ഇനം വെറൈറ്റീസാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി. പീ പ്ലാന്റിൻ്റെ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിച്ച സീഡ്സിൻ്റെ പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പാഡി, പവിത്ര, അന്നപൂർണ.
കോക്കനട്ട്, ചന്ദ്ര ലക്ഷ, ചന്ദ്രസങ്കര അല്ലേ. ഇവിടെ കാണാം നമുക്ക് ചന്ദ്രലക്ഷ നിറയെ കോക്കനട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതന്നെ. അപ്പോൾ നല്ല ഒരു ഇനം പ്ലാന്റ് ആയിരിക്കും, ഹൈ ക്വാളിറ്റി സീഡായിരിക്കും അല്ലേ. ദെൻ ലേഡീസ് ഫിംഗറിൻ്റെ സൽകീത്രി കിരൺ, ഇതൊക്കെയാണ് ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ ഭാഗ്യലക്ഷ്മി, പീ പ്ലാന്റിൻ്റെ ഭാഗ്യലക്ഷ്മി കണ്ടോ, നിറയെ പീസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നിറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഗുഡ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീഡ്സ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. It is in agriculture research centers that superior quality seeds are produced through hybridization. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ സീഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്? അഗ്രികൾച്ചർ സെൻറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള സ്ഥലമുണ്ട്, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ്. ഓക്കെ, അവിടെയാണ് ഈ നല്ല ഇനം ക്വാളിറ്റീസ് ഓഫ് എ സീഡ് ഉണ്ടാക്കുന്നത്. ദ സീഡ്സ് ദിസ് പ്രൊഡ്യൂസർ ആർ ഡിസ്ട്രിബ്യൂഷൻ ടു ഫാമർ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സീഡ്സ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഫാമർ. അപ്പോൾ ഫസ്റ്റ് റിസർച്ച് സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്. കേരള അഗ്രികൾച്ചർ റിസർച്ച് മണ്ണുത്തി, തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂരിൽ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഓക്കെ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഇൻ കേരള. ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ. their main activities are conducting researches on varieties of crops, animal, bird, etc. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് റിസർച്ച് നടക്കുന്നത്? ക്രോപ്സ്, വിവിധ സീഡ്സ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ പുതിയ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽ, ബേർഡ്, ഇതൊക്കെ കൊണ്ടുള്ള റിസർച്ച് നടത്തും. ആൻഡ് നോളജ് ഡിസെമിനേഷൻ പ്രോഗ്രാംസ് റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആർ ഫങ്ഷനിങ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, the next is Central Tuber Crop Research Institute and ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇത് എന്തിനാണ്? CTCRI. ഓക്കെ, ഇത് കൾട്ടിവേഷൻ ആൻഡ് റിസർച്ച് ഓഫ് ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്റ്റഡ് ഹിയർ. ഓക്കെ, അപ്പോൾ ട്യൂബർ ക്രോപ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോട്ടയം. കോട്ടയത്ത് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതേപോലെ ന്യൂ സാപ്ലിങ്സ് ഉണ്ടാക്കുന്ന ഡെവലപ്പ് ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് റബ്ബർ പ്ലാന്റ് സ്യൂട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ്. അത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് നമ്മളെ വെതർ കണ്ടീഷനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പുതിയ ഇനം റബ്ബർ തൈകളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI, കാസർഗോഡ്. ഓക്കെ, കാസർഗോഡിലത്തെ മെയിനായിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കണ്ടക്ട് റിസർച്ചേഴ്സ് ഓൺ കോക്കനട്ട്, അരേക്കാനട്ട് ആൻഡ് കൊക്ക. എന്താണ് കോക്കനട്ടും അരേക്കാനട്ടും കൊക്കോൻ്റെയൊക്കെ വിവിധ ഇനം റിസർച്ചാണ് അവിടെ നടത്തുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. CPCRI കാസർഗോഡിൻ്റെ ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളത്തിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. Is there any agricultural research center in your locality? Organize a study tour an agricultural research center, a plant nursery, discuss collected data in the classroom. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങളെ വീട്ടിനടുത്ത് ഇങ്ങനെ എന്തെങ്കിലും അഗ്രികൾച്ചർ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു സ്റ്റഡി ടൂർ കണ്ടക്ട് ചെയ്യാനായിട്ട്, എന്നിട്ട് നിങ്ങൾ സയൻസ് ഡയറിയിൽ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. സീഡ് ആൻഡ് ഈൽഡ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഇവിടെ രണ്ട് കുട്ടികളുടെ ഒരു കൺവെർസേഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കാം. അവിടെ ചെടികളുണ്ട് അല്ലേ. എന്താണ്? ലേഡീസ് ഫിംഗർ ഹിയർ ഓൾസോ ആൻഡ് ഹിയർ ഓൾസോ. ഹിയർ എന്താണ്? അത്ര വലിയ ഈൽഡൊന്നും ഇല്ല അല്ലേ. ആകെ ഒരു ലേഡീസ് ഫിംഗറുള്ളൂ. ഹിയർ ടു മെനി അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ദിസ് ഈസ് എ വെറൈറ്റി ഈസ് സൽക്രീത്തി. സീ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്രൂട്ട്. ഡു യു സീ ദാറ്റ്? അപ്പോൾ ഈ പെൺകുട്ടി പറയാണ് ഇത് സൽകീർത്തി വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ സൽകീർത്തി ഈസ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലേഡീസ് ഫിംഗേഴ്സ് വെറൈറ്റി അല്ലേ. എൻ്റെ പ്ലാന്റിൽ നോക്കൂ നിറയെ ഫ്രൂട്ട്സ് ആണ്, നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പോൾ ഈ ബോയ് പറയാണ്, ഐ ഹാഡ് ഓൾസോ പ്ലാന്റഡ് സൽകീർത്തി ബട്ട് ഈൽഡ് ഈസ് ലോ. ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷേ എൻ്റെ ഇതിൽ നോക്കിയേ എനിക്ക് ഈൽഡ് ലോ ആണ്. വാട്ട് വിൽ ബി ദ റീസൺ? എന്തുകൊണ്ടായിരിക്കാം? രണ്ടാളും നട്ടത് സൽകീർത്തിയാണ്, ബട്ട് വാട്ട് വിൽ ബി ദ റീസൺ? ഒരാളുടെ ഫുൾ ഓഫ് ഈൽഡ് ബട്ട് ഒരാളുടെ ലാക്ക് ഓഫ് ഈൽഡ്. എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ് അലോങ് ഗിവ് എ ബെറ്റർ ഈൽഡ്?
വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ എ ബെറ്റർ ഈൽഡ് റൈറ്റ് ദം ഇൻ സയൻസ് ഡയറി. ഒരു നല്ല സീഡ്, ഗുഡ് ക്വാളിറ്റി സീഡ് മാത്രം നട്ടാൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടുമോ? വാട്ട് ആർ ദ അതർ തിങ്സ് ടു ബി കൺസിഡേർഡ്? അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. പെസ്റ്റ് കൺട്രോൾ അല്ലേ, പ്രോപ്പർ പെസ്റ്റ് കൺട്രോൾ, കീടങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കണം. പിന്നെ എന്തൊക്കെയായിരിക്കും? പ്രോപ്പർ വാട്ടറിങ് അല്ലേ, നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ദെൻ പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ ടു ബി യൂസ്ഡ്. പിന്നെന്താണ്? പിന്നെ നമുക്ക് എഴുതാം അല്ലേ, പ്രോപ്പർ സൺലൈറ്റ് അല്ലേ, പ്രോപ്പർ വെതർ കണ്ടീഷൻ. ഇതൊക്കെ ഒരു നല്ല പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അത് ഈൽഡ് തരാനും അത്യാവശ്യമാണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫെർട്ടൈൽ സോയിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം. അപ്പോൾ ഫെർട്ടൈൽ സോയിലിന് എന്തൊക്കെയാണ് വേണ്ടത് അല്ലേ? ഒരു സോയിൽ വളക്കൂറുള്ളതാവാൻ എന്താണ് നമ്മൾ പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കാം. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ ഈൽഡ്. Which are the fertilizers commonly used by farmers of your locality? List them after conducting an interview with farmers of locality. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ് നമ്മൾ ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തുള്ള ഫാമേഴ്സിനെ കണ്ടിട്ട് അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, കൗഡങ്, യൂറിയയും കൗഡങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും? എർത്ത് വോം കമ്പോസ്റ്റ് ഉണ്ട്, ബോൺ മീൽ അല്ലേ, ബോൺ മീൽ, എല്ലുപൊടി, പിന്നെ കോക്കോപിറ്റ്, ചകിരിച്ചോറ്, ദെൻ ചിക്കൻ മാന്യൂർ, കോഴിക്കാഷ്ടം, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസിഫൈ ദ ഫെർട്ടിലൈസേഴ്സ് ഇൻ ടു ഓർഗാനിക് ആൻഡ് കെമിക്കൽ ബൈ എക്സാമിൻ യുവർ ലിസ്റ്റ് ആൻഡ് ഗിവൻ ദ പിക്ചർ ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കമ്പോസ്റ്റ്, NPK മിക്സ്ചർ, ബോൺ മീൽ, ചിക്കൻ മാന്യൂർ ഒക്കെ ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർഗാനിക് ഏതാണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ഏതാണെന്ന് നമ്മളിവിടെ തരംതിരിച്ച് എഴുതാനാണ്. ഇത് മാത്രമല്ല എക്സ്ട്രാ വി ഹാവ് ടു ആഡ്. ഓക്കെ, കൗഡങ് ചാണകം അല്ലേ, ദെൻ അത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ വേറെ ഏതൊക്കെ? ചിക്കൻ മാന്യൂർ ഇത് ഓർഗാനിക് റൈറ്റ്, യെസ്, ചിക്കൻ മാന്യൂർ. പിന്നെ കമ്പോസ്റ്റ് അല്ലേ, എർത്ത് വോം കമ്പോസ്റ്റ് ഓൾസോ ഓർഗാനിക് ആണ്. പിന്നെന്താണ്? ബോൺ മീൽ, ദാറ്റ് ഓൾസോ ഓർഗാനിക് ആണ് അല്ലേ. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ യൂറിയ ഉണ്ട്, പിന്നെ NPK മിക്സ്ചർ ഉണ്ട്. പിന്നെന്താണ് വേറെ? നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കാൽഷ്യം നൈട്രേറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ യൂറിയ, NPK മിക്സ്ചർ, കാൽഷ്യം നൈട്രേറ്റ്, പിന്നെന്താണ്? മോണോ നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, ഇത് എഴുതാം. ഓക്കെ, ഒന്നും കൂടി പറയാം. കാൽഷ്യം നൈട്രേറ്റ്, മോണോ നൈട്രേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. Next, the characteristic of organic fertilizer and chemical fertilizer are given in the table below. Analyze the table and record your observation in science diary. അപ്പോൾ ഇവിടെ ഓർഗാനിക് ഫെർട്ടിലൈസറേയും കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസർ ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ അല്ലേ. ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താണ്? ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതല്ല അല്ലേ. റിക്വയർഡ് ഹയർ ക്വാളിറ്റി, പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമാവും. ഓർഗാനിക് ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായി വരും. നോ ഹാംഫുൾ ടു സോയിൽ, സോയിലിന് അത് യാതൊരു ഹാംഫുൾ ഉണ്ടാക്കില്ല. കനോട്ട് ബി സപ്ലൈഡ് ആസ് സിംഗിൾ കമ്പോണൻറ്റ്, സിംഗിൾ ആയിട്ടുള്ള കമ്പോണൻ്റായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ നോക്കാം. പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസർ. റിക്വയർഡ് ലെസ്സർ ക്വാണ്ടിറ്റി, നമ്മൾക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ഇട്ടാൽ മതിയാവും ചെടികൾക്കൊക്കെ ഇടുമ്പോൾ. പക്ഷേ ഡിസ്ട്രോയ് ദ സോയിൽ സ്ട്രക്ചർ, എക്സസ് കൂടുതലായി കഴിഞ്ഞാൽ സോയിൽ സ്ട്രക്ചർ തന്നെ ഡിസ്ട്രോയ് ചെയ്യും. കമ്പോണൻറ്റ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്, അപ്പം നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഈ ഒരു കമ്പോണൻറ്റ് ഇടാവുന്നതാണ്. Organic and chemical fertilizer have their own merits and demerits. Farmers of our state follow a mixed method of applying more of organic fertilizer and lesser quantity of chemical fertilizer. Farmers also use microbial fertilizer for better yield. ഓക്കെ, അപ്പോൾ എന്താണ് ഫാമേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? രണ്ടും മിക്സ് ആയിട്ടാണ്. ഓക്കെ, ഓർഗാനിക്കും കെമിക്കലും മിക്സ് ആയിട്ടാണ്. കെമിക്കൽ ലെസ്സർ എമൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അത് രണ്ടും മിക്സ് ആയിട്ട് അങ്ങനെ മൈക്രോബിയൽ ഫെർട്ടിലൈസറാണ് ഫോർ ബെറ്റർ ഈൽഡിന് വേണ്ടിയിട്ട് യൂസ്. എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ നോക്കുക. ഇൻ ദിസ് മെത്തേഡ് അപ്ലിക്കേഷൻ ഓഫ് fertilizers, microbes are used for fertilizer. Pseudomonas and azospirillum are the example of microbial fertilizer. Okay, അപ്പോൾ മൈക്രോബ്സ് സെർട്ടൈൻ സ്മോൾ മൈക്രോബ്സിനെ അവർ മണ്ണിലേക്ക് ഡയറക്റ്റ് കടത്തിവിട്ടിട്ടാണ് എന്നുവെച്ചാൽ പുതിയ ബെറ്റർ ഈൽഡിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെസ്റ്റ് കൺട്രോൾ. എങ്ങനെയാണ് പെസ്റ്റ് കൺട്രോൾ ചെയ്യുക? പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ഇൻ പ്ലാന്റ് ഈസ് എ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. ഹൗ ക്യാൻ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ ബി കൺട്രോൾ? ലിസൺ ടു ദ കൺവെർസേഷൻ ഗിവൻ ബിലോ. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഐ സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ് വെൽ, സോ നോട്ട് എ സിംഗിൾ പെസ്റ്റ് ഇൻ മൈ ക്രോപ്സ്. ഐ സ്പ്രേ ടുബാക്കോ decoction. I could control pests to some extent. Pests can be controlled by using light trap too. I love pests. I will eat as many as I can. ഓക്കെ, അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ക്രോപ്സ് ഇതിൽ ഒരു പെസ്റ്റും ഇല്ല. ഞാൻ ടൊബാക്കോ യൂസ് ചെയ്യും പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് ഞാൻ ലൈറ്റ് ട്രാപ്പാണ് ഈ ഇതിനെ പെസ്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റാണ്, എനിക്ക് ഈ പെസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതിനെ ഈറ്റും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ പെസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലേഡി ബഗ്, നമ്മളിവിടെ പിക്ചർ ഉണ്ട്, ലേഡി ബഗ് അല്ലേ, എന്തൊക്കെ പെസ്റ്റാണ് വരിക എന്നാണ് ഈ പറയുന്നത്. ലേഡി ബഗ് ഈസ് എൻ ഇൻസെക്ട് വിച്ച് ഈറ്റ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ ദ പ്ലാന്റ്. Trichogramma is another friendly insect of the sky. Similarly, frog, mebua, calots, bug, etc. feed pests which infect crops. This kind of pest control is called biological control. When pesticides are applied, this friendly agent also get restored along with the pest. Okay, അപ്പോൾ ഈ ലേഡി ബഗ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്സിൽ ഓൾറെഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻസെക്റ്റ് ഉണ്ടാവും. എന്താ, അത് നമ്മുടെ ക്രോപ്സിന് യാതൊരു ദോഷവും ചെയ്യില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ട്രൈക്കോഗ്രാമ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ എന്താണ് ഭയങ്കര നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേഡി ബഗ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റിനെ തന്നെ ഇത് ഡിസ്ട്രോയ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് വന്നാൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടും കില്ലാവും അല്ലേ, ഈ ലേഡി ബഗും പിന്നെ നമ്മൾ ക്രോപ്സിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏജൻറ്റ് ടു ഓൾസോ വിൽ ബി ഡിസ്ട്രോയിഡ്. ദെൻ മെക്കാനിക്കൽ കൺട്രോൾ, മെക്കാനിക്കലായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം? Have you noticed a gold-colored fly would destroy the fruit of certain vegetable plant? Let us learn a trick to control this fly. ഒരു ഗോൾഡൻ കളറുള്ള ഒരു ഫ്ലൈനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ക്രഷ് എ ഹാൻഡ്ഫുൾ ബേസിൽ ലീവ്സ്, ഇത് എന്താണ് മെക്കാനിക്കൽ കൺട്രോൾ. basil leaves and put into steel plate. Observe the plate after a while. Can you see the gold-colored flies approaching the plate, attracting the smell of basil leaves? ഓക്കെ, അപ്പോൾ ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ബേസിൽ ലീവ്സില്ലേ, ബേസിൽ അതിൻ്റെ നമ്മൾ കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് അതിൽ വെക്കുക. അപ്പോൾ അതിന് ഭയങ്കര സ്മെല്ലല്ലേ, ബേസിൽ തുളസി അല്ലേ. അപ്പോൾ അതിൻ്റെ സ്മെല്ലിൽ ഇതൊക്കെ കുറച്ച് നമ്മൾ കഴിഞ്ഞ് നോക്കിയാൽ ഈ പ്രാണികളൊക്കെ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ എന്താണ്, വെജിറ്റബിൾ പ്ലാന്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ ഡിസ്ട്രോയിങ് ദിസ് ഫ്ലൈസ്. ഇങ്ങനെ നമുക്ക് അതിനെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്പ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഫെറമോൺ ട്രാപ്പ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ദിസ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്ക്. ഫിറോമോൺ, ഓക്കെ, ഇതിൻ്റെ പറയുന്ന പേരാണ് ഫിറോമോൺ ട്രാപ്പ് എന്ന് വെച്ചാൽ സ്മെല്ലിലൂടെ അട്രാക്റ്റ് ആകുന്നത്. ഓക്കെ, പെസ്റ്റിസൈഡ്സ്, പിന്നെ അതല്ലാണ്ട് കുറേ പെസ്റ്റിസൈഡ്സും ഉണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓൾസോ പ്രസൻറ്റ് ഇൻ അവർ മാർക്കറ്റ്. ഓക്കെ, ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഏതാണെന്ന് നോക്കാം. ഓർഗാനിക് ആർ കംപ്ലീറ്റ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ. കെമിക്കലിനെക്കാട്ടും ലെസ് ഹാംഫുൾ ആയിരിക്കും അല്ലേ ഓർഗാനിക് എന്ന് പറയുന്നത്. ടൊബാക്കോ ഡിക്കോക്ഷൻ, നീം ഓയിൽ എമൽഷൻ, ഗാർലിക് കന്നന്ത്രി മിക്സ്ചർ, ഗാർലിക്കും ചില്ലി മിക്സ്ചർ.
പിന്നെ ആർ സം ഓർഗാനിക് പെസ്റ്റിസൈഡ്. Many organic pesticides are available in the market nowadays. Let us prepare organic pesticide. അപ്പം നമുക്ക് ഓർഗാനിക് നമുക്ക് പെസ്റ്റിസൈഡ് എങ്ങനെയാണ് ഇത് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ടൊബാക്കോ ഡിക്കോക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചോപ്പ് 100 gram of tobacco and soak it in 1.5 liters of water for a day. Squeeze it and filter it. Dissolve 10 gram of washing soap in it. Tobacco decoction is ready now. Dilute it by adding twice the quantity of water and spray on the plant. Okay, this type we can make. Suitable climate also influence agriculture. Therefore, we need to cultivate crops that are suitable to climate. നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റും എന്താണ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മൾക്ക് ഈ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ്. ഹോപ്പ് യു വിൽ കൺസിഡർ ദം വൈൽ ഫാമിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫാമിംഗ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ ഇയാൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ കുറേ ഒരാൾ ആലോചിക്കണം. ഐ ടു വാണ്ട് ടു ബിക്കം എ ഗുഡ് ഫാർമർ, വേർ ഷാൾ ഐ ഫാം. എനിക്കൊരു ഫാർമർ ആവണം, ഗുഡ് ഫാർമർ ആവണം, ഞാൻ എവിടെയാണ് ഫാമിംഗ് ചെയ്യേണ്ടത് എന്നാണ് ഇയാളുടെ കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഫാമിംഗ് ചെയ്യാം? നമ്മുടെ വീട്ടുമുറ്റത്ത് ചെയ്യാം അല്ലേ. കിച്ചൺ ഗാർഡൻ അറ്റ് ഹോം, ടെറസ്. അപ്പോൾ വീട്ടുമുറ്റത്ത് എത്ര സ്ഥലം എന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂളിൽ പലതരം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് കാണാം സ്കൂളുകളിൽ 100 മേനി വിളഞ്ഞു എന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ കേട്ടാം. ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ ദ സ്കൂൾ. Which are the methods you have learned so far to produce saplings? Hope you will try to develop biodiversity park in your school by producing high quality sapling through this method. ഓക്കെ, അപ്പം നമ്മൾ സ്കൂളിൽ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. അത് നമ്മുടെ സയൻസ് ഡയറിയിൽ എന്നിട്ട് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ നമ്മളത് ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ ചെയ്തിട്ട് എഴുതാം. സാപ്ലിങ്സ് ഐ ഹാവ് പ്രൊഡ്യൂസ്ഡ്. ഏത് പ്ലാന്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേജസ് ഗ്രോത്ത് ഒക്കെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അതർ അഗ്രികൾച്ചർ സെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഡസ് അഗ്രികൾച്ചർ മീൻ ഗ്രോയിങ് പ്ലാന്റ്സ് അലോൺ? Analyze the illustration given below. Find out various agriculture sectors and write them science diary. Collect maximum information related to this and conduct in a quiz in your class. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സ് മാത്രമാണോ? ഗ്രോയിങ് പ്ലാന്റ്സ് മാത്രമാണോ? അല്ലേ, നമ്മൾക്ക് ഫ്ലവേഴ്സ് ഗ്രോ ആക്കുന്നതുണ്ട് അല്ലേ. പിന്നെന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഓക്കെ, സെറികൾച്ചർ, ഫ്ലോറികൾച്ചർ, എപ്പികൾച്ചർ, അത് എന്താണ് ഇങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അഗ്രികൾച്ചർ അല്ലേ, അതേപോലെ നമ്മൾ ഗ്രോ ചെയ്യാണ് അല്ലേ. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ കൃഷി എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടുനൂൽ കൃഷി, റിയറിങ് സിൽക്ക് വോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, റിയറിങ് സിൽക്ക് വോം. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സെറികൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് സിൽക്ക് വോം, പട്ടുനൂൽ കൃഷി. ഫ്ലോറികൾച്ചർ, ഗ്രോയിങ് ഫ്ലവേഴ്സ്. എപ്പികൾച്ചർ, റിയറിങ് ഹണി ബീസ്. ഓക്കെ, ഹണി ബീസ്. പിന്നെന്താണ്? ക്യൂനികൾച്ചർ, റിയറിങ് റാബിറ്റ്. മഷ്റൂം കൾച്ചർ, കൾട്ടിവേറ്റിംഗ് മഷ്റൂംസ്. പോൾട്രി ഫാമിംഗ്, റിയറിങ് പോൾട്രി അല്ലേ. ദെൻ റിയറിങ് കാറ്റിൽ, ലൈവ് സ്റ്റോക്ക് റിയറിങ് എന്ന് വെച്ചാൽ റിയറിങ് കാറ്റിൽ. പിന്നെ റിയറിങ് ഫിഷസ്, പിസികൾച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതർ ദാൻ ദ അഗ്രികൾച്ചർ, പ്ലാന്റ് അല്ലാതെ മറ്റുള്ള അഗ്രികൾച്ചർ സെക്ടേഴ്സ്. Hope you have understood different agriculture practice, preparation of high quality seed or planting material aspect to be considered in the farm management and other agriculture sector. Let us love farming and farmers and move ahead with modern agricultural practice. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നമ്മളിതിൽ പഠിച്ചതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഒക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നോക്കിയതാണ് അല്ലേ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഏതാണ് ഓർഗാനിക് ഫെർട്ടിലൈസറിന് സ്യൂട്ട് ആവുന്നത്? ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, കാൻഡ് അപ്ലൈ റിക്വയർമെൻറ്റ് കമ്പോണൻറ്റ് എലോൺ. ഏതാണ് എൻ്റെ ആൻസർ? ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഓർഗാനിക് ഫെർട്ടിലൈസറിന് സ്യൂട്ട് ആവാത്തത് ഏതാണ്? റിക്വയർഡ് ലാർജ് ക്വാണ്ടിറ്റി. ഓർഗാനിക് ഫെർട്ടിലൈസർ ലാർജ് ക്വാണ്ടിറ്റിയാണ് ആവശ്യം അല്ലേ. ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, ഹോമിൽ പ്രിപ്പയർ ചെയ്യാം. ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ അല്ലേ. ഡിസ്ട്രോയ് ഒക്കെ ഇറ്റ് വോണ്ട് ഡിസ്ട്രോയ് അല്ലേ. യെസ്, അപ്പോൾ അതാണ് സി ആണ് ആൻസർ. ഇനി മാച്ച് ദ ഫോളോയിങ്. നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് എപ്പികൾച്ചർ. എന്താണ് എപ്പികൾച്ചർ എന്ന് വെച്ചാൽ? റിയറിങ് ഓഫ് ഹണി ബീസ്. ക്യൂണിക്കൾച്ചർ റിയറിങ് ഓഫ് റാബിറ്റ്. സെറികൾച്ചർ റിയറിങ് ഓഫ് സിൽക്ക് വൂം. പിസികൾച്ചർ റിയറിങ് ഓഫ് ഫിഷ്. യു ഹാവ് ലേൺഡ് അബൌട്ട് ലെയറിങ് അല്ലേ. നമ്മൾ ലെയറിങ്ങിനെ കുറിച്ച് പഠിച്ചു. എയർ ലെയറിങ്ങും സെർപ്പൻറ്റ് ലെയറിങ്ങും പഠിച്ചു. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ദ ലെയർ ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ഏത് തരം ലെയറിങ് ആണ് നമ്മൾ പഠിച്ചതിൽ? എയർ ആണോ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ആണോ? സെർപ്പൻറ്റൈൻ ലെയറിങ് അല്ലേ. ഇത് മണ്ണിനടിയിൽ വെച്ചിട്ട് ചെയ്താണ്. സെർപ്പൻറ്റൈൻ ലെയറിങ് ആണ്. While layering in this way, at which position should be cut the plant? A, B or C? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് പ്ലാന്റ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എ ആണോ, ബി ആണോ, സി ആണോ? ബി അല്ലേ. ബിയിൽ വെച്ചിട്ടാണ് കട്ടാണ്. സിയിൽ വെച്ചിട്ട് കട്ടാക്കിയാൽ പിന്നെ അതിന് റൂട്ടൊന്നുമില്ലല്ലോ. ബിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ പിക്ചർ, ഐഡൻറ്റിഫൈ ദ സ്റ്റോക്ക് ആൻഡ് സിയോൺ ഫ്രം എ ആൻഡ് ബി. ഇതിലേതാണ് സ്റ്റോക്ക്, ഏതാണ് സിയോൺ? ഏതാണ് റൂട്ട് സ്റ്റോക്ക് ഉള്ളത്? എ, ബി സ്റ്റോക്കും എ സിയോണുമാണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റംപ് ഓഫ് മാൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റീസ് ഓഫ് മാംഗോ ട്രീ? എന്താണ്? ലോക്കൽ വെറൈറ്റിയും മൽഗോവാവും തമ്മിൽ യോജിപ്പിച്ചാൽ എന്താണ്? വി വിൽ ഗെറ്റ് ഹൈ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ് അല്ലേ. പിന്നെ റിക്വയർ ഷോർട്ട് ലൈഫ് സ്പാൻ ആൻഡ് ഗുഡ് ഈൽഡ് അല്ലേ. നല്ല ഈൽഡും കിട്ടും, ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. പിന്നെന്താണ്? നമ്മളധികം അതിനെ പരിചരിക്കേണ്ട കാര്യമില്ല അല്ലേ. ഓക്കെ. ഈസ് ദെയർ എനി മെറിറ്റ് അറ്റാച്ചിങ് ദ സ്റ്റം ഓഫ് എ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി? ഒരു ലോക്കലായിട്ടുള്ളൊരു വെറൈറ്റിയും അതിൻ്റെ സെയിമും ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നോ അല്ലേ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. We won't get any good quality in that. List the different methods of pest control. Give example of each type. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതേത് അതിൻ്റെ എക്സാമ്പിൾസും എഴുതിയിട്ട്. ഓക്കെ, ഏതൊക്കെ പെസ്റ്റ് കൺട്രോളാണ് നമ്മൾ പഠിച്ചത്? ഓർഗാനിക്കും ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ ബയോളജിക്കൽ കൺട്രോളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതാം. ഓക്കെ. അപ്പോൾ ബൈ ദിസ് അവർ ചാപ്റ്റർ ഈസ് കംപ്ലീറ്റിംഗ്. സോ എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.